പട്ടി കുറയ്ക്കുന്നത് കേൾക്കാണ്ടല്ലോ. പാകിസ്ഥാനിലെ പട്ടികളാണോ? ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യയിലേക്ക് കടക്കാൻ പോകാൻ കേട്ടോ. വെൽക്കം ടു ബോർഡർ വില്ലേജ് താങ്, ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ. ഡിസ്റ്റൻസ് 3.5 കിലോമീറ്റേഴ്സ്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ കാണാൻ പോണത്. രാജസ്ഥാൻ്റെ ഒക്കെ ബോർഡറിൽ നിന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടുന്ന് കാണുന്നത്. എവിടെ 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 നല്ല ഇടി ഇടിച്ചിട്ടുണ്ട്. ഞാൻ ലേയിൽ താമസിച്ച ഹോം സ്റ്റേയുടെ ഓണറാണ് സെൽഫ് ടോട്ട് ബോട്ടണിസ്റ്റ് ആൻഡ് ഇന്നോവേറ്ററായ ഗോപ അലിയെക്കുറിച്ച് എന്നോട് ആദ്യം പറയുന്നത്. ആരാണ് ഈ ഗോപ അലി? അത് പറഞ്ഞില്ലല്ലോ അല്ലേ? അതിനൊരു 53 കൊല്ലം മുന്നത്തെ ഫ്ലാഷ് ബാക്ക് വേണം. ഹായ്, ഗ്രേറ്റ് ഹിമാലയൻ റൈഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മളിവിടെ ടുട്ടുക് എന്ന് പറഞ്ഞ വില്ലേജ് മൊത്തം കറങ്ങി നടന്ന് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ആൾക്കാരുടെ രീതികളും ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. ഇന്ന് നമ്മൾ തുർത്തുക്ക് വിട്ടിട്ട് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ട് താങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജിലേക്ക് പോകണം. ഈ താങ് വില്ലേജാണ് ഈ ഒരു റൂട്ടിൽ, അതായത് എൻഡ് പോയിന്റ് കേട്ടോ. നമുക്ക് സിവിലിയൻസിന് പോകാൻ പറ്റുന്ന ലാസ്റ്റ് പോയിന്റ്. മാത്രമല്ല താങ് ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് വില്ലേജാണ്, ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്ന വില്ലേജ്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് അല്ല, നോർത്തേൺ മോസ്റ്റ് വില്ലേജ്. അപ്പം നോർത്തേൺ മോസ്റ്റ് വില്ലേജ് താങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാകിസ്ഥാൻ, അതായത് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ കാണാം, അവിടെ ലൈൻ ഓഫ് കൺട്രോൾ കാണാം എന്നൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കാണാൻ പറ്റുമെന്നൊക്കെ നമുക്ക് പോയി നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറി. നമ്മളിതേ ബാഗ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെക്കൗട്ട് ചെയ്യാതെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ബാഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഈ കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി അവിടെ പോയി തിരിച്ചു വരുന്നുണ്ട്. ആദ്യം തന്നെ മുകളിലേക്ക് കയറിയിട്ട് വേണം ബാഗ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ. അതുകൊണ്ട് ഇപ്പോഴേ ചെക്കൗട്ട് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് പതുക്കെ താഴത്തേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസാണ് ഉള്ളത്. ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പാങ്കോങ് ലേക്കിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ പാങ്കോങ് ലേക്കിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു വഴിയുണ്ട്, ഈ ഭാഗത്തുനിന്ന് ഹുന്ദറിൻ്റെ അവിടെ നിന്ന് ഒരു വഴിയുണ്ട്. ആ വഴി ബ്ലോക്ക് ആണെന്നാണ് കേട്ടത്. കാരണം അവിടെ ഒരു റിവർ ക്രോസിംഗ് ഉണ്ട്, അരയ്ക്കൊപ്പം വെള്ളമാണെന്നാണ് ഞാൻ പരിചയപ്പെട്ട ഒരു റൈഡർ പറഞ്ഞു വഴിയിൽ. അങ്ങേരെ ആ വഴി പോയിട്ട് അങ്ങേരുടെ ബൈക്ക് ആർമിക്കാർ ട്രക്കിൽ കയറ്റി കൊണ്ടുപോയി ഇത്ര ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അദ്ദേഹം ക്രോസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ, കാരണം അവിടെ പോയിട്ട് നമുക്ക് ആർമി ട്രക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെടും. അപ്പോൾ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ലേ പോവും അല്ലെങ്കിൽ പാങ്കോങ് പോവും. അത് നമ്മൾ ഹുന്ദറിലെത്തിയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് തീരുമാനിക്കുള്ളൂ. പക്ഷേ അതിന് മുമ്പ് നമുക്ക് നേരെ താങ്ങിലേക്ക് പോകാം. ഇന്നലെ നമ്മളിതേ മുകളിൽ കാണുന്ന ആപ്രിക്കോട്ട് കഫേ വരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. താഴെ കൂടെ ഒരു സ്ട്രീം ഒഴുകുന്നുണ്ട് കേട്ടോ. ഈ സ്ട്രീമിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ സ്ട്രീം എന്നാണ് പറഞ്ഞത്. ഈ സ്ട്രീമിൻ്റെ മുകളിൽ കൂടെ ഒരു തൂക്കുപാലുണ്ട്. ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ളൊരു തൂക്കുപാലാണ് കേട്ടോ ഇത്. കാരണം നമ്മളിവിടെ തുർത്തുക്കിൽ ഏത് ഹോം സ്റ്റേയിലേക്ക് കയറി പോകണമെങ്കിലും നമുക്ക് ഈ പാലം ക്രോസ് ചെയ്തേ തീരൂ, വേറെ വഴിയില്ല. അത് ക്രോസ് ചെയ്ത് വേണം. അല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് കൂടെ വേറെ വലിയ വളഞ്ഞ വഴിയൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ വരാം. പക്ഷേ എപ്പോഴും നമ്മുടെ അടുത്ത് ആൾക്കാരിപ്പോൾ സ്ഥലമൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുക വുഡൻ ബ്രിഡ്ജിൻ്റെ അടുത്ത് വരണമെന്നാണ്. അപ്പോൾ നമ്മളിത് വുഡൻ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറാൻ പോവാം. ശരിക്കും നല്ല അടിപൊളി തൂക്കുപാലാട്ടോ, അത് മരം കൊണ്ടാണ് മൊത്തത്തിൽ. സാധനങ്ങളൊക്കെ ഡൊമിയുടെ പുറത്ത് കെട്ടി വെച്ചു കേട്ടോ. പതുക്കെ നീങ്ങാന്ന് വിചാരിക്കുകയാണ്. 2 ദിവസമായിട്ട് ഇവിടെയാണ് വണ്ടി നിർത്തിയിരുന്നത്. ഇവിടെ ഒരു 50 രൂപ പാർക്കിംഗ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആരാണ് വാങ്ങിക്കാൻ വരുന്നത്? ഇവിടെ ആരെയും കാണുന്നില്ല. ഒരു ദിവസത്തേക്ക് 50 രൂപയാണ്. ബൈക്കിന് 100 രൂപ, കാറിനും ടെമ്പോ ട്രാവലറിനൊക്കെ എഴുതിയിട്ടുണ്ട്. ആ റിവർ എന്ത് രസമായിട്ടാണെന്നറിയാം. അതിൽ ഇങ്ങനെ ഒഴുകണേ, അങ്ങനെ കുത്തി വലിച്ച് ചെറിയൊരു നീല കളർ എവിടെയുണ്ട്. പിന്നെ ശരിക്കും അതൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ആട്ടോ. അതിങ്ങനെ നമ്മളെ കൈ കൊണ്ട് ആട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ ആടുന്നുണ്ട്. അതിങ്ങനെ മുട്ടിയിട്ടില്ല, ഈ ഭാഗം അതുമായിട്ട് മുട്ടിയിട്ടില്ല. ശരിക്കും അതിലിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണം. എല്ലാത്തിലും ഒരു കണക്ഷൻ ഉണ്ടാവില്ലേ, ആ കണക്ഷൻ ഇതിൻ്റെ അകത്ത് മിസ്സിങ് ആണ്. അപ്പോൾ അങ്ങനെ തുർത്തുക്കിലെ മലകളോടും ഇവിടുത്തെ പ്രകൃതിയോടും ഈ പാലത്തിനോടും ഇവിടുത്തെ ആൾക്കാരോടൊക്കെ വിട പറഞ്ഞുകൊണ്ട് ഡോമിയും കൂട്ടി ഇറങ്ങി കേട്ടോ. സമയം കാണിക്കുന്നത് 22 മിനിറ്റ് 10 കിലോമീറ്റർ ആട്ടോ. അപ്പോൾ പെട്ടെന്ന് എത്തും. ഇപ്പോൾ സമയം 7:56. കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. കാരണം നമുക്കിത് കഴിഞ്ഞിട്ട് ഇന്നൊരു ലോങ് ഡ്രൈവ് ഉണ്ട്. എങ്ങനെ പോയാലും ഒരു 250 ഒക്കെ വരേണ്ടതാണ് പാങ്കോങ് വഴിയൊക്കെ പോവുകയാണെങ്കിൽ. ഈ ഭാഗം ഭയങ്കര രസമാട്ടോ കാണാൻ. ഈ വെള്ളം അങ്ങനെ ഒഴുകി പോണത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ 2-3 തെറ്റെടുത്ത് ചോദിച്ചു എൻ്റെ പേരെന്താ, നദിയുടെ പേരെന്താ. പക്ഷെ ആർക്കും അറിയില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ സാൻഡ് സ്റ്റോം ഉണ്ടല്ലോ, സാൻഡ് സ്റ്റോമിൽ ഗോപ്രോൻ്റെ ബാക്കിലത്തെ സ്ക്രീൻ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തോ കല്ല് വന്ന് അടിച്ചതാന്ന് തോന്നുന്നു. പിന്നെ ഈ ക്യാമറയുടെ
ലെൻസ് മൊത്തം സ്ക്രാച്ചാണ്. നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇനി റിവർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അന്ന് വരുമ്പോൾ ഇത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൈവരിയൊന്നും ഇല്ലാത്തൊരു പാലാണ്. ഇതാണ് ഈ സ്ട്രീം. അങ്ങനെ പോയിട്ട് അവിടെ ഷോക്കിൽ പോയിട്ട് ചേരും കേട്ടോ. ഹാൻസ് കിച്ചൺ റെസ്റ്റോറൻറ്റ്സ് ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഒരു 9-10 മണി കഴിയുമെന്ന് തോന്നുന്നു തുറക്കാൻ, കാരണം എവിടെയും ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ അത് നല്ല വഴി, കുന്തറിന് ഇങ്ങോട്ടുള്ള വഴി സൂപ്പർ വഴിയായിരുന്നു. ഇതേപോലെ നല്ല താറായി കുഴികളൊന്നും ഇല്ലാത്ത വഴിയായിരുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു വഴി ഇതാണ് ഇങ്ങോട്ടും. ദ ഡെവിൾസ് ആർമിയുടെ എന്തോ ആണ് കേട്ടോ. ഷോഗ് റിവറിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഭയങ്കര രസമാട്ടോ ഇത് നോക്കിക്കൊണ്ട് നിൽക്കാം. ഞാൻ വന്നിട്ട് ഒരു 5 മിനിറ്റായി, ഞാനിങ്ങനെ വെറുതെ നോക്കി നിൽക്കുമായിരുന്നു. ഈ ഷോഗ് റിവറിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് സിയാച്ചിൻ ഗ്ലേഷ്യറാണ്. അപ്പോൾ സിയാച്ചിൻ ഇങ്ങനെ വിളിച്ച് ന്യൂബ്ര വാലി വഴി വരും, ന്യൂബ്ര റിവറുമായിട്ട് ചേരും. ന്യൂബ്ര റിവർ ഇതിലേക്ക് ചേർന്ന് ഇതിങ്ങനെ ഒഴുകി ഇനി ത്യാക്ഷി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ത്യാക്ഷി താങ്ങൊക്കെ കഴിഞ്ഞ് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ കയറി, അതായത് ബാൾട്ടിസ്ഥാനിലേക്ക് കയറിയിട്ട് പിന്നെ അത് സ്കർദു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം, പാകിസ്ഥാനിലുള്ള സ്കർദു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇൻഡസുമായിട്ട് ചേരും കേട്ടോ. അപ്പോൾ ലേന്ന് ഇൻഡസ് എങ്ങനെയോ ഒഴുകി ഈ ഭാഗത്ത് വരുന്നുണ്ട്. എന്നിട്ട് അന്നിങ്ങനെ ഇൻഡസുമായിട്ട് ചേർന്ന് പിന്നെ അങ്ങനെ അത് അറബിക്കടലിലേക്ക് ഒഴുകി പോവാണ്. അപ്പോൾ അതാണ് ഷോഗിൻ്റെ കഥ. പക്ഷെ നല്ല നല്ല കുത്തിയൊഴുക്കാട്ടോ, ഭയങ്കര കുത്തിയൊഴുക്ക്. എവിടെ നോക്കിയാലും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഹൈറ്റിൽ പൊന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ വരുന്ന വഴി ഉണ്ടല്ലോ, ഇങ്ങോട്ട് തുർത്തുക്കിലേക്ക് വരുന്ന വഴി, ഇതിലും നാരോ ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര ഫോഴ്സിലായിരുന്നു, ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ പൊന്തി പോകുന്ന കാണാനുണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ ചെറുതായിട്ടുള്ള ഷൂട്ടിംഗ് സ്റ്റോൺസ് ഉണ്ട് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടല്ല, വലിയ കല്ലുകളൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഇവിടുന്ന് വീണായിരിക്കും. എന്നാലും കഴിഞ്ഞ ദിവസം വരുന്ന വഴിയൊക്കെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കുന്തറിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഇഷ്ടംപോലെ ഷൂട്ടിംഗ് സ്റ്റോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. വെൽക്കം ടു വൈബ്രൻറ്റ് വില്ലേജ് ത്യാക്ഷി, തുർത്തുക്, UT ലഡാക്ക്. ഓക്കെ, ഗ്രീൻ വില്ലേജ്. ഇവിടെ ഓരോ റിസോർട്ടിൻ്റെ ഒക്കെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വീക്ക് ബ്രിഡ്ജ്, 1 വെഹിക്കിൾ അറ്റ് എ ടൈം. മരത്തിൻ്റെ ഒരു പാലാട്ടോ, മരത്തിൻ്റെ ബേസൊക്കെയാണ്. ഇടയിൽ ഓട്ടയും കാര്യങ്ങളൊക്കെ കാണാം. അത് കിടന്ന് ഇളകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തിനും തുർത്തുക്കുന്നെന്ന് തോന്നുന്നു കേട്ടോ പറയണേ. ത്യാക്ഷിന്ന് എഴുതിയിട്ടുണ്ട്. ത്യാക്ഷിക്ക് ഇനി ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ എന്തോ ഉണ്ട്. ഇത് രസമാണെന്ന് നോക്കിയേ, ആ ഒരു പച്ചപ്പും ബ്രൗണും കൂടി വരുന്ന ആ ഒരു മിക്സ് ആട്ടോ അതിൻ്റെ ഭംഗി. അപ്പോൾ ഇതേ കാരക്കോരം, ഹിമാലയാസ്, ഷോഗ് വാലി കൂടെ നമ്മൾ പോകുന്നു. സൈഡിൽ ഷോഗ് റിവർ. എന്താ വേണ്ട ഇനി അല്ലേ? ഈ ഭാഗത്തൊക്കെ ചെറിയ സെറ്റിൽമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ വീടുകളാണ്, കല്ലുകൊണ്ട് പണിത വീടുകൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടില്ലേ, അതുപോലത്തെ കല്ലുകൊണ്ട് പണിഞ്ഞാണ്, പക്ഷേ കുറച്ചും കൂടി ചെറിയ വീടുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ വെൽക്കം ടു ബോർഡർ വില്ലേജ് ത്യാക്ഷി. അപ്പോൾ ത്യാക്ഷിയിൽ കുറേ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെനിക്ക് അറിയില്ലായിരുന്നു. മാപ്പിൽ നോക്കുമ്പോൾ കുറേ എണ്ണം അവർ ലിസ്റ്റ് ചെയ്തിട്ടില്ല. booking.com അതാണ് കൂടുതലും തോന്നുന്നു. ഇവിടെ ഗോവ ബിബോനേക്കാളൊക്കെ പോലീസ് സൈഡാക്കാൻ പറഞ്ഞു. ഇവിടെ പെർമിറ്റ് കാണിക്കേണ്ടി വരുമായിരിക്കും, കാരണം ബോർഡറിലേക്ക് കയറില്ല. കേരള സാർ താങ്ക് യു സാർ. ഇന്നത്തെ ആ ലിസ്റ്റിൽ ആദ്യത്തെ പേര് നമ്മുടെ ഏട്ടാ, എൻ്റെ പേരും വണ്ടിയുടെ നമ്പറൊക്കെ ആട്ടോ. അപ്പോൾ വേറെ ഇതിനു മുമ്പ് ഒരു സിവിലിയൻ വെഹിക്കിൾ അതിലേക്ക് കടന്നിട്ടില്ല. ഇത്രയും നേരമായിട്ട് നമ്മുടെ അടുത്ത് ലേന്ന് ഇറങ്ങുമ്പോൾ മാത്രമാണ് കേട്ടോ പെർമിറ്റ് ചോദിച്ചേക്കണേ. വേറെ എവിടെയും പെർമിറ്റ് ചോദിച്ചിട്ടില്ല. ഇങ്ങനെ നമ്പർ എഴുതി എടുക്കുന്ന പരിപാടി ഉണ്ട്, ബാക്കിയൊന്നുമില്ല. ഈ സൈഡിൽ കാണുന്ന മൊത്തം ആർമിയുടെ ഏരിയ ആണ്. ഇത് ഇടയിൽ ഒരു പാട്ടയൊക്കെ വെച്ചിട്ട് ഒരു ബാരിക്കേഡ് രൂപപ്പെടുത്തി എടുത്തിട്ടൊക്കെ ഉണ്ട്. റെസ്ട്രിക്റ്റഡ് ബോർഡർ ഏരിയ, മേരാ ഭാരത് മഹാൻ, സെന്റിനൽസ് ഓഫ് ഷോഗ്, മിലിറ്ററി ഏരിയ, എൻട്രി പ്രോഹിബിറ്റഡ്. അപ്പോൾ അങ്ങോട്ടാട്ടോ ഇത്. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യയിലേക്ക് കടക്കാൻ പോകാൻ കേട്ടോ. വെൽക്കം ടു ബോർഡർ വില്ലേജ് താങ്, ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ, ഡിസ്റ്റൻസ് 3.5 കിലോമീറ്റേഴ്സ്. അപ്പോൾ നമ്മളിത് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഷോഗിനെ കടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. എൻ്റെ അപ്പുറത്ത് പണ്ടത്തെ ഒരു പാലുണ്ട്, ഒരു തൂക്കുപാലം, പക്ഷെ അത് നല്ല കണ്ടീഷനിലല്ലാന്ന് തോന്നുന്നു. ഏയ്, അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലെത്തി കേട്ടോ. കാരക്കോരം സൈഡിലേക്ക് എത്തി. You are 2.2 kilometers from Pakistan occupied Jammu and Kashmir. Gilgit, Baltistan. അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. ദ നോർത്തേൺ മോസ്റ്റ് ലാസ്റ്റ് കഫറ്റീരിയ അറ്റ് താങ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അവിടെ ഒരു സാധനം കാണുന്നുണ്ട് കേട്ടോ. ഒന്നും തുറന്നിട്ടില്ല, ഇവിടെ ഒന്നും ആരും എൻറ്റിട്ടും കൂടി ഇല്ലെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ആ ഭാഗത്ത് ഷോഗ് ഒഴുകുന്നു. ആ കാണുന്ന
മറ്റേ പച്ചപ്പായിരിക്കണം കേട്ടോ. ഈ താങ് എന്ന് പറഞ്ഞ വില്ലേജിൻ്റെ ഭാഗങ്ങൾ പെട്ടെന്ന് പച്ചപ്പായി, നിറച്ച് പുല്ലും മരങ്ങളും ആപ്രിക്കോട്ടും ആപ്പിളും. വലിയൊരു ആപ്രിക്കോട്ടിന് മരം എല്ലാം ഉണ്ട്. കോട്ടൺ വുഡ് എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ ഇത്രയും ദിവസം കണ്ട എല്ലാ മരങ്ങളും പെട്ടെന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് വന്നു മുമ്പിൽ. हाँ ऊपर जाना है. ये कहाँ जाता है? हाँ ये मकान पर जा रहे हैं. अच्छा अच्छा अच्छा, वही है रोड? हाँ थोड़ा ऊपर ही है. अच्छा अच्छा ഓക്കെ. ഞാൻ ഈ വഴിയാന്ന് വിചാരിച്ചു. അങ്ങോട്ട് തിരിക്കാൻ മുമ്പ് അവർ പറഞ്ഞു ഇതല്ല, അപ്പുറത്തെ വഴിയാത്ര. അവിടെ കടകളൊക്കെയാണ്. അപ്പോൾ മുകളിലേക്ക് പോയാലാണ് ബോർഡർ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടാവുക. ആ റോഡ് കൊള്ളില്ല കേട്ടോ. പക്ഷേ അല്ല, ഞാനത് എക്സ്പെക്റ്റ് ചെയ്യാനും പാടില്ല. ठीक है, താങ്ക് യു ബൈ. ഓ റോഡ് നല്ലതാട്ടോ. ഇവിടെ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇൻഡോ പാക് ബോർഡർ വ്യൂ പോയിന്റ് ആൻഡ് യു ആർ അണ്ടർ എനിമി ഒബ്സർവേഷൻ 200 meters ahead. ആഹാ, ഞാൻ ആദ്യമായിട്ട് കേട്ടോ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ കാണാൻ പോണത്. ഞാൻ ലക്ഷ്മിയും കൂടി കാർ ലൈഫൊക്കെ ചെയ്യുമ്പോൾ രാജസ്ഥാൻ്റെ ഒക്കെ ബോർഡറിൽ നിന്ന് കണ്ടിട്ടുണ്ട്, പഞ്ചാബിൻ്റെ ഒക്കെ. പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടുന്ന് കാണുന്നത്. എവിടെ 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 200 meters ആണ് പറഞ്ഞത് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ റെസ്റ്റോറൻറ്റ്സും വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ വണ്ടി ഓടിച്ച് നമ്മൾ എത്തുന്നുണ്ടല്ലോ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാന്ന് തോന്നുന്നു ഇതുവരെ പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കണം. നമുക്ക് അങ്ങോട്ട് എടുക്കാം. മാക്സിമം പോണ വരെ പോട്ടെ അല്ലേ ടോമിക്കുട്ട. लाइन ऑफ कंट्रोल कहाँ से शुरू होता है, देख सकता है यहाँ से? ഒരു ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിത് ബൈനോക്കുലറൊക്കെ ആയിട്ട് എന്നെ കാണിച്ചു തരാൻ വേണ്ടി അങ്ങോട്ട് പോകാം കേട്ടോ. പട്ടി കുറയ്ക്കുന്നത് കേൾക്കാണ്ടല്ലോ. പാകിസ്ഥാനിലെ പട്ടികളാണോ? ആ ചേട്ടൻ എൻ്റെ കയ്യിൽ ഒരു ബൈനോക്കുലർ തന്നിട്ട് പോയിട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും അതിങ്ങനെ അടുത്ത് കാണാം കേട്ടോ. ആ ചേട്ടനെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതായത് അവരത് ചെയ്യുന്നതെന്നും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും വീഡിയോ എടുക്കാൻ പറ്റില്ല, എന്തോ ഗൈഡിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ നിന്ന് നമുക്ക് ലൈൻ ഓഫ് കൺട്രോൾ കാണാം കേട്ടോ. അവിടെ ആയിട്ട് ലൈൻ ഓഫ് കൺട്രോൾ കാണാം. ദൂരെ ഫ്രാനോ എന്ന് പറഞ്ഞിട്ടുള്ള പാകിസ്ഥാനിലെ ഒരു വില്ലേജ് അവിടെയുണ്ട്. പിന്നെ ചോർബത്ത് എന്ന് പറഞ്ഞിട്ടൊരു വാലിയാണ് ആ കാണുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല കിടിലനായിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. ഇത് കൂടാണ്ട് ഈ കാണുന്നൊക്കെ നമ്മുടെ സ്ഥലമാണ് കേട്ടോ, ഇന്ത്യയുടെ സ്ഥലമാണ്. വേറെ 2 ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്ക് വേറൊരു ചേട്ടൻ പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ മുകളിൽ ഇന്ത്യയുടെ ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു വൈറ്റ് കളർ ഒരു സ്പോട്ട് പോലെ കാണാം. അതാണ് ഇന്ത്യയുടെ പോസ്റ്റ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് പാകിസ്ഥാൻ്റെ ഒരു പോസ്റ്റ് കാണാം. ഈ ഭാഗത്തായിട്ട് നമുക്ക് ക്യാമറയിൽ അത്രയും സൂമായിട്ട് കാണില്ല. കുറച്ചും കൂടി അവിടുത്തെ ഒരു കല്ലിൻ്റെയൊക്കെ ആ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് അത് എടുത്ത് കാണിക്കില്ല. പിന്നെ ഇതൊക്കെ കൂടാണ്ട് ഇപ്പുറത്ത് കാണുന്ന ഈ മലകളുണ്ടല്ലോ, ഈ കാണുന്ന മലകളൊക്കെ ഇതൊക്കെ നോ മാൻസ് ലാൻഡാണ്. അതായത് പാകിസ്ഥാൻ്റെ അല്ല, ഇന്ത്യയുടെ അല്ല, അങ്ങനെയുള്ള മലകളാണ്. അപ്പോൾ ഇവിടെ ഒരു പഴയ ബങ്കറുണ്ട് ഈ ഭാഗത്തായിട്ട്. ഇവിടെ കുറച്ച് കുറ്റികളുണ്ട്, ആ പോസ്റ്റുകൾ കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോ മാൻസ് ലാൻഡാണ്. അവിടെയൊക്കെ ഇങ്ങനെ ഒരു ഫെൻസിങ് പോലെ ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ. അതൊക്കെ നോ മാൻസ് ലാൻഡാണ്, അതൊന്നും ആരുടെ അല്ല. അപ്പോൾ കിടലൻ വ്യൂ ആട്ടോ. ഈ സാധനം വന്നു കഴിഞ്ഞാൽ റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ അതായത് 50 രൂപയാണ് അവർ പറഞ്ഞ് ഇത് കൂടെ നോക്കാൻ വേണ്ടിയിട്ട്. സമ്മതിക്കുന്നവരെയൊക്കെ ഇതൊക്കെ കാത്ത് സൂക്ഷിച്ചിങ്ങനെ നിൽക്കണ്ടേ, എളുപ്പമല്ല. ഷോഗ് റിവർ അപ്പോൾ താഴത്തു കൂടെ ഒഴുകി അങ്ങനെ പാകിസ്ഥാനിലേക്ക് കയറി അങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. വേറൊരു നദിയും കൂടി എൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഈ ഒരു മലയല്ലേ, ഈ കാണുന്ന മല, ഈ മലയുടെ അപ്പുറത്ത് ഒരു വാലി പോലെയാണ്. അപ്പോൾ അവിടെ നിന്നും ഒരു നദി ഒഴുകിയിട്ട് അവിടെ വന്നിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഫ്രാനോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഞാൻ കുറേ നേരമായിട്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കണു. അവിടെ ഫ്ലഡ് പ്ലെയിൻസ് ഒക്കെ കാണാം. നമുക്ക് ഈ ഷോക്ക് റിവറിൻ്റെ ഫ്ലഡ് പ്ലെയിൻസ് ഒക്കെ കാണാം. അവിടെ കൃഷിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പാകിസ്ഥാൻ്റെ സൈഡിൽ അവിടെ കൃഷിയും ഇതിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ മാക്സിമം ഇതിൽ കാണുന്നത് കാണിച്ചു തരാം കേട്ടോ. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത് പിടിച്ച് എൻ്റെ ഇടയിൽ കൂടെ വീഡിയോ കൂടെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ട്രൈപോഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിങ്ങനെ ഇത് ഇടയിൽ നീങ്ങിപ്പോയി 2 കൈയും ഇങ്ങനെ അനക്കാണ്ട് പിടിക്കണ്ടേ. അപ്പോൾ ആ ഫ്ലഡ് പ്ലെയിൻസിലൊക്കെ കൃഷി നടക്കുന്നുണ്ട്. അപ്പുറത്ത് ദൂരെ നമുക്ക് ബിൽഡിങ്സ് ഒക്കെ കാണാം. ഇതിലെ നോക്കിയാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം, അല്ലാതെ നോക്കുമ്പോഴും ഇത് കാണാം കേട്ടോ, ക്ലിയർ ആയിട്ട് കാണാം. ഞാൻ ഇപ്പം ഇങ്ങനെ നിന്ന് ആലോചിക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെ വണ്ടി ഓടിച്ച് നമുക്ക് കാരക്കോരം വരെ അങ്ങനെ പോകായിരുന്നില്ലേ. ഇപ്പം എന്താ ചെയ്യാല്ലേ, കൃമികടിയുള്ള അയൽക്കാരുണ്ടെങ്കിൽ ഇതാണ് പ്രശ്നം. മര്യാദയ്ക്കാണെങ്കിൽ എത്ര സ്നേഹത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയായിരുന്നു. എൻ്റെ വീടിൻ്റെ ബാക്കിലുണ്ട് ഇതുപോലെ കൃമികടിയുള്ള. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റ് വരുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. തൽക്കാലം ഇപ്പോൾ ഞാനും വേറൊരു ബൈക്കിൽ അവിടെ വന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. സമയമായി വരുന്നേ ഉള്ളൂ, ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിറച്ച് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ.
ഞാൻ ഇവിടുന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചു കേട്ടോ. അവിടെ തുർത്തുക്കിൽ പോയിട്ട് മേടിക്കാമെന്നൊക്കെ വിചാരിച്ചേ. അപ്പോൾ ഇത് ബ്ലൂബെറി ഒരു ബ്ലൂബെറി മേടിച്ചു, കുറച്ച് ഇത് മൾബറി മേടിച്ചു, പിന്നെ ആപ്രിക്കോട്ട് ഉണക്കിയത് കേട്ടോ. ഇത് 1 കിലോ ഉണ്ട്. ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിലപ്പോൾ പോണ വഴിക്ക് ചിലപ്പോൾ ചെന്ന് തീർക്കും. അപ്പോൾ ഞാൻ പോണതിൽ നിന്ന് എന്തെങ്കിലും മേടിക്കണമല്ലോ എന്ന് വെച്ചിട്ട് മേടിച്ചാട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് കൂടാണ്ട് ചെറിയ ബദാം ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാൾ ചെറിയ ബദാമാണ്. പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഈ ചെറിയാണ്, ചെറി ഉണ്ട്, ഉണങ്ങിയ ചെറി. ബ്ലാക്ക് ക്രാൻബെറി അതുണ്ട്. പിന്നെ മിക്സ് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പിന്നെ ഇത് ആപ്രിക്കോട്ട് ഉണ്ടല്ലോ, നമുക്ക് വെള്ളത്തിലിട്ട് കുടിക്കാനുള്ളതാണ്. അതായത് ഈ സാധനം ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കുക, എന്നിട്ട് ഇത് ആറി കഴിയുമ്പോൾ അത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് കുടിച്ചാൽ നല്ലതാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പല പല സ്റ്റോളുകളുണ്ട് കേട്ടോ. എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ. 3 പാക്കറ്റും കൂടിയിട്ട് 650 രൂപയായി. താങ്ക് യു ബൈ. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ വണ്ടിയുടെ ടോപ്പ് ബോക്സിലേക്ക് കയറ്റി കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരാളെ ഇവിടെ കാണാൻ കേട്ടോ. ഗോബ അലി എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ഒരുപാട് ഫേമസ് അല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് തുർത്തുക്ക് ഏരിയയിൽ ആൾ ഭയങ്കര ഫേമസ് ആണ്. എന്താണ് ആൾ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കി കാണാം. ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട് ഒരു 200 മീറ്റേഴ്സ് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഗോബ അലിയുടെ വീട്ടിലേക്ക് എത്താം. വെൽക്കാം ബൈ. താങ്ക് യു. നൈസ് ടു മീറ്റ് യു. നടന്നു വന്നാട്ടോ ആദ്യം വിചാരിച്ചേ. പിന്നെ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഗോപാലി എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് വണ്ടി പോകത്രേ. അപ്പോൾ പിന്നെ എന്തിനെത്ര ബുദ്ധിമുട്ടി നടക്കണം, ഈ കയറ്റുമ്പോഴും കയറണ്ടല്ലോ. भाई साहब ये गोपाली जी का घर ये वाला ठीक है, താങ്ക് യു. നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിച്ച വഴിയാട്ടോ അത്. എനിക്ക് ആ വീട് കണ്ടപ്പോഴേ തോന്നി അത് അദ്ദേഹത്തിൻ്റെ വീടായിരിക്കും. എന്താ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് സസ്പെൻസ് ഇരിക്കട്ടെ. വെൽക്കം ടു ഗോബ അലി മ്യൂസിയം ആൻഡ് ഗാർഡൻ താങ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു വലിയ ഒരു കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഇവിടെ ഒരു മുകളിലൊരു കിളി, ഒരു പക്ഷിയുടെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഭാഗത്തായിട്ട്. ഹലോ ഹലോ ഹലോ. ഇവിടെ ആരും കാണാനില്ല കേട്ടോ. അവിടെ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ലാസ്റ്റ് ബോർഡർ മ്യൂസിയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഹലോ. മുകളിലേക്ക് കയറട്ടെ. നോക്കി പൂക്കളൊക്കെ. अस्सलाम वालेकुम. हेलो जी, आप गोबाली? मैं आपसे मिलने के लिए आया था. मेरा नाम हरी है. मैं केरला से हूँ. अच्छा. हाँ हाँ. अच्छा ठीक है, താങ്ക് യു. ഇതാണ് ഗോബ അലി, ഇന്ത്യൻ ആർമിയുടെ വളർത്തുപുത്രൻ. ഞാൻ ലേയിൽ താമസിച്ച ഹോം സ്റ്റേയുടെ ഓണറാണ് സെൽഫ് ടോട്ട് ബോട്ടണിസ്റ്റ് ആൻഡ് ഇന്നോവേറ്ററായ ഗോബ അലിയെക്കുറിച്ച് എന്നോട് ആദ്യം പറയുന്നത്. താങ്ങിൽ പോകുമ്പോൾ ഉറപ്പായും ഇദ്ദേഹത്തെ ചെന്ന് കാണാനും പറഞ്ഞിരുന്നു. ആരാണ് ഈ ഗോബ അലി? അത് പറഞ്ഞില്ലല്ലോ അല്ലേ? അതിനൊരു 53 കൊല്ലം മുന്നത്തെ ഫ്ലാഷ് ബാക്ക് വേണം. വർഷം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയം മേജർ ചെവാങ് റിഞ്ചന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ട്രൂപ്പ് പാക് അധിനിവേശ കാശ്മീരിലെ ബാറ്റിൽ ഓഫ് ടുർട്ടുക്കിൽ 550 സ്ക്വയർ കിലോമീറ്റർ ലഡാക്ക് റീജിയൻ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നു. ഇന്ത്യക്കാർക്ക് അത് സന്തോഷത്തിന്റെ ദിവസമായിരുന്നെങ്കിലും അന്നേ ദിവസം പാകിസ്ഥാനിലെ ഗ്രാമങ്ങളിൽ നിന്ന് കന്നുകാലികളെ മേച്ച് ഇന്ത്യൻ മണ്ണിൽ അകപ്പെട്ടു പോയ ഒരു കൂട്ടം ഇടയന്മാർക്കും അവരുടെ കുട്ടികൾക്കും അങ്ങനെയായിരുന്നില്ല. 5 വയസ്സുള്ള ഗോബ അലിയും അനിയനും അച്ഛനും മുത്തശ്ശനും അങ്ങനെ ഒരു കുടുംബത്തിലെ 4 പേരും അവരുടെ ആടുകളും ഇന്ത്യൻ മണ്ണിൽ അകപ്പെടുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ പാകിസ്ഥാനിലുള്ള ഭാര്യയുടെയും പെൺമക്കളുടെയും അടുത്തെത്താനുള്ള ശ്രമത്തിൽ ഗോബ അലിയുടെ അച്ഛൻ പാക് ആർമിയുടെ പിടിയിലാകുന്നു. അധികം വൈകാതെ 5 വയസ്സുള്ള ഗോബ അലിക്കും 3 വയസ്സുള്ള അനിയനും ആകെ ആശ്രയമായ മുത്തശ്ശനും മരിക്കുന്നു. ആരുമില്ലാത്ത ഈ 2 കുട്ടികളെ പിന്നീട് 18 വയസ്സ് തികയുന്നത് വരെ ദത്തെടുത്ത് വളർത്തിയത് ഇന്ത്യൻ ആർമിയുടെ മാത്രമല്ല താങ്ങിന്റെയും സ്വന്തം മകനാണ് ഗോബ അലി. ഗ്രാമത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി എത്തിച്ചത് മുതൽ ഗ്രാമത്തിലുള്ള പലർക്കും തൊഴിൽ നൽകുന്നതും സ്വന്തമായി പൂക്കളിലും പച്ചക്കറികളിലും ഗവേഷണം നടത്തുന്നതും 50 രൂപയ്ക്ക് സ്ക്രാപ്പിൽ നിന്നും ചവിട്ടുപടികൾ നിർമ്മിച്ചതും ഗ്രാവിറ്റി മാത്രം ഉപയോഗിച്ച് ഊണുമുറിയിലിരുന്ന വാട്ടർ ടാങ്കിലെ വെള്ളത്തിന്റെ അളവറിയുന്ന തട്ടിക്കൂട്ട് എക്യുപ്മെന്റ് ഉണ്ടാക്കിയതുമെല്ലാം ഇദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ നേട്ടങ്ങളാണ്. ഞാൻ
ലേയിൽ നിന്ന് തുർത്തുക്കിലേക്ക് പുറപ്പെടുമ്പോൾ നമ്മൾ ലേയിൽ താമസിച്ച ഹോം സ്റ്റേയിലെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു താങ് വില്ലേജിൽ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഗോബ അലീനെ കാണുന്നത് കേട്ടോ. അതല്ലാതെ എനിക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഈ ആളെ കാണണമെന്ന് പറയാൻ കാരണം, ആൾ ആരാണെന്നൊക്കെ ഞാൻ ചോദിച്ചു. പറഞ്ഞു അതൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ അവിടെ ഡയറക്റ്റായിട്ട് ചെന്ന് അദ്ദേഹത്തിനെ പരിചയപ്പെടണം, നെറ്റിൽ പോലും വായിക്കരുത് ഈ ഗോബ അലി ആരാണെന്ന്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്ന്. അപ്പോൾ എനിക്കറിയാം ആളെന്തോ ഒരു ഫേമസ് പേഴ്സണാലിറ്റി ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ കൂടുതലൊന്നും വായിച്ചില്ല. പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ ചോദിച്ചു എന്നാലും ആരാണ് അദ്ദേഹം എന്ന് ചോദിച്ചപ്പോൾ ഒരു ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാന്നുള്ള രീതിയിലൊക്കെ കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ടിൽ വന്നപ്പോൾ ബിൽഡിംഗ് കണ്ടപ്പോൾ വിചാരിച്ചു ആ ഒരു ആർട്ടിസ്റ്റ് ഭാവനയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വീടോ അല്ലെങ്കിൽ ഒരു സ്പേസ് ഒക്കെ ആണെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ടിലും അതെ കുറേ കോൺക്രീറ്റ് കൊണ്ട് എന്തൊക്കെയോ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം ഞാൻ വരുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു, നിറച്ച് പൂക്കളാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചെടികളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ കയറി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ആർട്ടിസ്റ്റ് അല്ല, അദ്ദേഹം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആണ്. കാരണം വെറുതെ വലിയ കയറി വന്ന് എന്നെ വിളിച്ചിരുത്തി എത്ര നേരം സംസാരിച്ചെന്നറിയും. എനിക്ക് തോന്നുന്നൊരു 1.5 മണിക്കൂറായി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനിരുന്ന് സംസാരിക്കണം. കുറേ നേരം വർത്താനം പറഞ്ഞു. പൊളിറ്റിക്സ്, സയൻസ്, സ്പിരിച്വാലിറ്റി, ടെക്നോളജി, അങ്ങനെ എന്തൊക്കെ വേണം, ഏതൊക്കെ ടോപ്പിക് വേണം അതിലൊക്കെ സംസാരിച്ചു കേട്ടോ. ലാസ്റ്റ് അദ്ദേഹം ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ സംസാരിക്കാനൊക്കെ പോകുന്ന ടോക്സ് ഒക്കെ നടത്താൻ പോകുന്ന ആളാണ്. അപ്പോൾ ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഇമെയിൽ വന്നു, യുനെസ്കോ എന്നൊരു ഇമെയിൽ ആട്ടോ. അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ 3-ാം തീയതി എന്തൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടോപ്പിക്സ് അയച്ചു കൊടുത്തേക്കാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമോ, ഇൻവൈറ്റാണിത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാനാണ് ആ ഇമെയിലിനെ റെസ്പോണ്ട് ചെയ്തത്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനാണ് എന്നിട്ട് ഇമെയിലിനെ റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ ആൾ ബേസിക്കലി ഒരു ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ആണ് കേട്ടോ. താഴെ ഒരു ഗ്രീൻ ഹൗസും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇതുകൂടാതെ 2010 സമയത്തൊന്നും ഈ താങ് വില്ലേജിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല അത്ര. അപ്പോൾ ആ സമയത്ത് ഇവിടെ താഴെ ഒരു ഹൈഡൽ പവർ യൂണിറ്റ് അദ്ദേഹം തന്നെ സെറ്റപ്പ് ചെയ്ത് ഈ വില്ലേജിലെ ആൾക്കാർക്കൊക്കെ ഇലക്ട്രിസിറ്റി എത്തിച്ച അദ്ദേഹമാണ്, നമ്മുടെ സ്വദേശിയിലെ ഷാരൂഖ് ഖാൻ്റെ ഒക്കെ പോലെ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞു. ചിലർക്ക് കേൾക്കുമ്പോൾ സങ്കടവും, ചിലർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനാണ്. താങ്ക് യു സോ മച്ച്. बात करो इसलिए इसके अंदर इंटरफेयर मत करो. नहीं देखो आप हमारे मेहमान हो. हाँ बढ़िया. അങ്ങനെ സ്ലോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ വണ്ടി ഓടിച്ച് വീഡിയോ ഫെയ്ഡ് ഓഫ് ചെയ്ത് വ്ളോഗ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ദേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വണ്ടി വരും. വേഗം വണ്ടി സൈഡാക്കി ചാടിയിറങ്ങി. തൃശ്ശൂര്. നമസ്കാരം. പെട്ടെന്നൊരു KL, കുറേ ദിവസമായി ഞാൻ KL ഇതുവരെ കണ്ടില്ല. സാധാരണ ഇവിടെയൊക്കെ വന്ന് മലയാളികളെ മാത്രമേ കാണുള്ളൂ. ഒരൊറ്റ മലയാളി കണ്ടില്ല. തൃശ്ശൂർ കോലഴി എന്ന് പറയും, വിയൂര് ജയിലിനൊക്കെ അടുത്തായിട്ട്. ആ ഞാൻ രാവിലെ പോയതാ. ഞാനിവിടെ ആയിരുന്നു തൂർത്തുക്കിൽ. ആ ഇപ്പൊ രാവിലെ നേരത്തെ പോയതാ, കുറേ നേരം ഇവിടെ. ഓക്കെ ശരി ബൈ. ഇവരെ കണ്ടത് കഥയിലെ ഒരു ട്വിസ്റ്റ് ആയിരുന്നു. യാത്ര പറഞ്ഞ് അവർ ബോർഡർ വ്യൂ പോയിന്റിലേക്ക് വിട്ടു. ഞാൻ ഡോമിയും കൂട്ടി തിരിച്ച് ടുർട്ടുക് മെയിൻ ഏരിയയിൽ വന്നിട്ട് റോഡ് സൈഡിലുള്ള സ്റ്റോൺ കേവ് കഫേയിൽ കയറി ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് തിരിച്ചിറങ്ങുമ്പോൾ കൊല്ലത്ത് നിന്ന് നസീം എന്ന പേരുള്ള ഒരു പട്ടാളക്കാരനെ കണ്ട് പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് സംസാരിച്ച് വണ്ടി തിരിക്കുമ്പോൾ നേരത്തെ കണ്ട ബ്ലാക്ക് റെട്ടയിലെ കോഴിക്കോട്ടുകാർ തിരിച്ച് ലേയിലേക്ക് പോകുന്നു. വീണ്ടും ഒരു ഹൈ ബൈ പറയുന്നു. അവരുടെ പുറകെ ഞാനും ലേയിലേക്ക് കത്തിച്ചു വിടുന്നു. ഒരു പോയിന്റിൽ അവർ സ്ലോ ചെയ്തപ്പോൾ ഞാൻ അവരെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറി. കിടലൻ വഴിയും കാഴ്ചകളും പാലങ്ങളും ഒക്കെ ആസ്വദിച്ച് അങ്ങനെ ഓടിച്ചൊരു വളവ് തിരിയുമ്പോൾ എന്തോ ഒരു വലിയ ഒച്ച കേട്ടു. भाई आप ठीक है? क्या हुआ भाई? ठीक है ना? ठीक है ना? कैसा हुआ भाई? पानी चाहिए? गाड़ी बंद करना, गाड़ी बंद कर देना. पत्थर गिरा क्या? पत्थर गिरा? आपको पानी वगैरह कुछ चाहिए?
അറിയില്ല, കല്ല് വീണാന്ന് തോന്നുന്നു. വണ്ടി ഇടിച്ച് ഒരു പരിപാടിയുണ്ട്. മനസ്സിലായില്ല കേട്ടോ, എന്തേ? ഞങ്ങൾ വീഡിയോസ് കാണാറുണ്ട്. ആണോ? ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ്, പയ്യന് വെള്ളം വേണം. കൊടുക്കാം, കുഴപ്പമില്ല. പിലോ പിലോ. ആ, നല്ല ഇടി ഇടിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടില്ല, ഞാൻ വളർന്നിരുന്നപ്പോൾ വണ്ടി ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അടിയിൽ മൊത്തം പോയി അല്ലേ? आप ठीक है ना? അവിടെ മുതൽ ശ്രദ്ധിക്കണം. ആണോ? അപ്പൊ ശരി, നടക്കട്ടെ. ശരി ട്ടാ. ഓക്കെ ഓക്കെ, ബൈ. വേണ്ട വേണ്ട, വെച്ചോ. വേണ്ട ബ്രോ. ശരി, ഓക്കെ, ബൈ ബൈ. चाहिए तो मैं दे दूंगा. कुछ है? है चॉकलेट है? ओके, बाय. ठीक है, ओके, डरना मत. ओके, बाय. ഡോമിയും ഞാനും കൂടിയിട്ട് അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നു കേട്ടോ. കുറേ ഓടിക്കണു. ഞാൻ നല്ല സ്പീഡിൽ വെച്ച് പിടിക്കായിരുന്നു. നമ്മുടെ മലയാളികൾ കോഴിക്കോടുകാരുണ്ടായിരുന്നല്ലോ, അവരുടെ അടുത്ത് പേര് പോലും ചോദിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവരെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയതാണ്. കുറച്ച് സ്പീഡിൽ ഓടിച്ച് നോക്കിയതാണ് അവിടുന്ന്, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും നല്ല ഇടിയായിരുന്നു കേട്ടോ അവിടെ. ആ കുട്ടിക്കൊന്നും പറ്റാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഒന്നും പറ്റിയിട്ടില്ലാന്ന് തോന്നുന്നു, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ആ വണ്ടി ഓടിച്ചിരുന്ന ആൾക്ക് എയർ ബാഗ് ഉണ്ടായിരുന്നു. ആൾക്കാണ് എയർ ബാഗ് അടിച്ചിട്ടാണോ എന്നത്, ചുണ്ടും പല്ലും കൂടി അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണോ, ആൾക്ക് നല്ല മുറിവൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എന്തായാലും ആ കോഴിക്കോടുകാർ, അവർ മലയാളികളില്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടുപോകാനായിട്ട് അവർ. കാരണം അവർ വന്നുകൊണ്ടാണ് ഇത് എടുത്തു വെക്കാൻ നമുക്കിത്. ഞാനത് വന്നപ്പോൾ തന്നെ വിചാരിച്ച ആൾക്കാർ വരുമ്പോൾ ഇത് നീക്കി വെക്കാമല്ലോ, അവർക്ക് കുഴപ്പമില്ല, വെള്ളമൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന് മനസ്സിലായപ്പോൾ. പക്ഷേ അവർ രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ബാക്കി വരുന്നതൊക്കെ ഒരു ബോധമില്ലാത്ത ആൾക്കാരായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഡൽഹി രജിസ്ട്രേഷൻ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ നെഗറ്റീവ് വന്നു പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് അയാളുടെ ഭാര്യ ഇറങ്ങിയിട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കാം. ഞങ്ങൾ വണ്ടി പൊക്കി നീക്കി വെക്കാൻ നോക്കുമ്പോൾ മാറിക്ക് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ ഫോട്ടോ എടുക്കാൻ നോക്കുക. അയാൾ വന്നിട്ട് പറയാം 1000 കിലോൻ്റെ വണ്ടിയാണ്, ഇത് എങ്ങനെയാണ് തള്ളി നീക്കാൻ പോണേ, ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ നാട്ടിൽ ചെറിയ വണ്ടിയൊക്കെ തട്ടുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്നതല്ലേ, ആൾക്കാരൊക്കെ കൂടി. ഒരു വിവരോ ബുദ്ധിയൊന്നും ഇല്ല, എന്താ ചെയ്യുക. അപ്പോൾ എന്തായാലും അവരോട് പേര് പോലും ചോദിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ. ആ കുട്ടിക്ക് അവർ രണ്ടുപേരും കണ്ട പയ്യന്മാരും മറ്റേ ഭാര്യമാരും രണ്ടുപേരും പാർട്ട്നേഴ്സ് കൂടെ ഉണ്ട്. ആ പെൺകുട്ടികൾ ഇറങ്ങിയിട്ട് ആ ചെറിയ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക, ചോക്ലേറ്റ് കൊടുക്കുക. ആ മലയാളിയുടെ ആ ഒരു സെൻസ് ഉണ്ടല്ലോ, ഭയങ്കരമാണ്. അത് അവർ ശരിക്കും എടുത്ത് കാണിച്ചു. അത് ഭയങ്കരമാണ്. അത് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുണ്ടല്ലോ കുട്ടീൻ്റെ അടുത്ത്. ആ പെൺകുട്ടി, വലിയൊരു പെൺകുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ അവനെ AC കൊണ്ടിരുത്തട്ടെ, ചെറിയ കുട്ടീനെ വണ്ടിയിൽ അവരുടെ ക്രെട്ട ഉണ്ടല്ലോ അതിൽ കൊണ്ടിരുത്തട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ മലയാളി ശരിക്കും ഉണ്ടല്ലോ, അത് ഞാൻ ഭയങ്കര മലയാളി ഫാനൊന്നുമല്ല, പക്ഷെ എന്നാലും ആ മലയാളിയുടെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ടാലൻ്റ് ഉണ്ടല്ലോ, കിടലിനാണ്. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും വരെ വഴിയിൽ വെച്ച് കാണുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് ചെയ്യൂ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ഫോണിൽ ചാർജില്ല, ഗോപ്രോയിൽ ചാർജില്ല, ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യണ ക്യാമറയിൽ ചാർജില്ല. കാരണം ഇന്നലെ മിനിഞ്ഞാന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ആണ് കറണ്ട് വന്നത്. ഒരു 1/4 മണിക്കൂർ ഉണ്ടായിരുന്നുണ്ടോ, അത് കഴിഞ്ഞിട്ട് കറണ്ട് പോയി. അപ്പോൾ എൻ്റെ ചാർജിങ് ഒന്നും നടന്നില്ല. അപ്പോൾ ഉള്ള ചാർജ് വെച്ചിട്ട് ഈ ഫോണിൽ മാത്രം, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന എൻ്റെ പേഴ്സണൽ ഫോണിൽ മാത്രം ചാർജുള്ളൂ. ഇപ്പോൾ എടുക്കുന്ന ഐഫോണിൽ തീർന്നിട്ടില്ല. അതിലൊരു 9%, 8% അങ്ങനെ എന്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടുന്ന് നേരെ ലേ പോവാണ്. പാങ്കോങ് പോകുന്നില്ല, ആ റോഡ് ക്ലോസ്ഡ് ആണെന്നാണ് അറിഞ്ഞത് അവിടെ തുർത്തുക്കിൽ ചോദിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും നേരെ ലേയിലേക്ക് വിടാൻ, റിസ്ക് എടുക്കാൻ വയ്യ. അരയ്ക്കപ്പം അത്ര വെള്ളം, അപ്പോൾ അതിൻ്റെ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ലഡാക്കിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി നമ്മൾ യാത്ര തുടരുന്നു. അതുവരെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കാണാം അടുത്ത വീഡിയോയിൽ. ബൈ. വണ്ടി ഒന്ന് നിർത്തിയതാട്ടോ, ഇത്തിരി വെള്ളം മേടിക്കാൻ വേണ്ടി. ഭയങ്കരമായിട്ട് ദാഹിക്കായിരുന്നു. ഇവിടെ വെച്ചു, ഇവിടെ സ്റ്റാൻഡിൽ വന്നു, വണ്ടി വീണു, താഴത്തേക്ക് വീണു. ഇത് മുഴുവൻ പൊട്ടിപ്പോയിട്ടോ. നമ്മുടെ ഫ്രണ്ടിലത്തെ ഈ സാധനം വിൻഷീൽഡ് അത് പോയി, ഇത് പോയി, ഈ സാധനം മൊത്തം വളഞ്ഞു. വൃത്തിയായിട്ട ദിവസമല്ലേ, കഷ്ടമായിപ്പോയി. കുഴപ്പമില്ല, ഈ സാധനം മാത്രമേ പൊട്ടിയിട്ടുള്ളൂ, വേറെ വലിയ അപകടമല്ല. പിന്നെ ക്ലച്ച് വളഞ്ഞു, അത് പിന്നെ എപ്പോൾ വണ്ടി വീണാലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ എന്തായാലും ശരി, കാണാം അടുത്ത വീഡിയോയിൽ.